ഇവിടെ ഇപ്പം ഏത് ശിർക്കിയുടെ മനുഷ്യന്മാരും അല്ലാണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞല്ലോ. അല്ലാണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അല്ലാണ്ട് മാത്രം എന്ന് പറയുമ്പോൾ പ്രശ്നം വരിക. അല്ലാണ്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. എത്ര വരെ ശിർക്ക് ചെയ്യണവനും ഓനും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു എത്ര പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ ആളുകളുടെ സ്വഭാവം മാറുക. അതുകൊണ്ടാണ് ലോകത്ത് വന്ന അമ്പിയാക്കന്മാർക്കൊക്കെ എതിർപ്പുണ്ടായതും. ഇത് മറ്റു പാടില്ല എന്നപ്പോൾ എന്താണ് ഒജത്തരിപത്വാഹൂത്ത് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കുകയും തന്നെ ചെയ്യണം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, രണ്ടും നിങ്ങൾ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ അഥവാ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്ത പക്ഷം ലയൂഷിക്കുന്നല്ലാഹു, അല്ലാഹു തആല ആകാറാകും അയ്യബ്അസ അലൈക്കും, നിങ്ങൾക്ക് അയക്കുവാൻ ഇഖാബൻ മിൻഹു, റബ്ബിൽ നിന്നുള്ള ഇഖാബ് ശിക്ഷയെ അവൻ നിങ്ങൾക്ക് അയക്കുമാറാകും. ഔഷക്ക യൂഷിക്കു, ഔഷക്ക എന്ന് പറഞ്ഞാൽ ആകാറായിന, ഔഷക്ക അതിന് മുതാരിയാണ് യൂഷിക്കു. ഔഷക്ക യൂഷിക്കു, ആകാറായി. യൂഷിക്കു ആകാറാകും. യൂഷിക്കുല്ലാ ഔല യൂഷിക്കന്നല്ലാ, അല്ലാഹു തആല നിങ്ങളെ മേൽ അയക്കുമാറാകും. യൂഷിക്കന്നല്ലാഹു യബ്അസലൈക്കും, അല്ലാഹു നിങ്ങളെ മേൽ അയക്കുമാറാകും. ഇഖാബൻ മിൻഹു, റബ്ബിൽ നിന്നുള്ള ശിക്ഷയെ അല്ലാഹു നിങ്ങൾക്ക് അയക്കുമാറാകും. അപ്പം നന്മ കൽപ്പിക്കാത്ത തിന്മ വിരോധിക്കാത്ത ഒരവസ്ഥയിലേക്ക് സമൂഹം മൊത്തം മാറിക്കഴിഞ്ഞാൽ ആ സമൂഹത്തെ അല്ലാഹു തആല ശിക്ഷിക്കും. അപ്പം അദാബ് വരാനുള്ള കാരണമാണ് നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ വിരോധിക്കാതിരിക്കുക. ഒരു ഉമ്മത്ത് എന്ന നിലയ്ക്ക് എപ്പോഴും ആ ഉമ്മത്തിൽ നന്മ കൽപ്പിക്കപ്പെടണം, തിന്മകൾ വിരോധിക്കപ്പെടണം. ആരും എന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മളിപ്പോൾ ഒന്നിനും പോണ്ട എന്നല്ല. നമ്മൾ മറ്റൊന്നിനും ഇടപെടാൻ പോണ്ട, ഓൻ്റെ ഖബർക്ക് ഓനിലേ പോവുള്ളൂ എന്നൊക്കെ ആളുകൾ പറയും. നമ്മളിപ്പോൾ നമ്മളെ നിസ്കാരവും കാര്യം നമ്മുടെ വിശ്വാസമൊക്കെ ശരിയാക്കിയിട്ട് നമ്മളങ്ങനെ പോവുക, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ എന്താണ് നോക്കണേ? അതല്ല. അങ്ങനത്തെ തലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ബാധ്യത നിർവഹിക്കപ്പെടുന്ന പോകും. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുന്നതിന് ബാധ്യതയാണ്. ലോകത്തുനിന്ന് പ്രവാചകന്മാർ ചെയ്ത ദൗത്യമാണ്. ഈ നബിമാർ വരാനില്ല, ഇനി നബിമാർ വരാനില്ല. എന്നാൽ ഈ പ്രബോധനം നടക്കുകയും വേണം. അത് അല്ലാഹു തആല ഈ ഉമ്മത്തിൽ ഉമ്മത്തിനെയാണ് ഏൽപ്പിച്ചത്. കഴിഞ്ഞകാല സമുദായങ്ങളിൽ പ്രവാചകന്മാരെ ഏൽപ്പിച്ചു. ഈ ഉമ്മത്തിൽ അല്ലാഹു തആല സമുദായത്തെ ഏൽപ്പിച്ചു. അതുപോലെ തക്കും മിൻകും ഉമ്മ യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നിങ്ങളിൽ ഒരു സംഘം ഉണ്ടാവട്ടെ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിലക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. നബിക്ക് ശേഷം ഈ ഉമ്മത്താണ് അത് നിർവഹിക്കേണ്ടത്. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ എന്ന കൽപ്പനയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ ദൗത്യം ഏൽപ്പിച്ചു. ഇനി ഖിയാമത്ത് വരെ ഇതിങ്ങനെ കൈമാറി നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉമ്മത്ത് നിലക്കണം. അതില്ല എങ്കിൽ ഉമ്മത്തിൻ്റെ സാമൂഹ്യമായ ബാധ്യത ഫർള് കിഫായ അതാണ് നിർവഹിക്കപ്പെടാതെ പോകുന്നത്.